എടി അങ്കിളുമായിട്ട് സംസാരിച്ചിട്ട് വിളിക്കാന്നാ പറഞ്ഞേ. ഇനി ഗാർമെന്റ്സിന്റെ ഉദ്ഘാടനത്തിനെങ്ങാൻ അവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുവോ ചീരു? ഏയ്, അങ്ങനൊരു തുറന്ന യുദ്ധത്തിലേക്കൊന്നും അയാള് പോവില്ല. സ്വർണ്ണ അയാള് വണ്ടിയിൽ ഒളിപ്പിച്ചു വെച്ചെന്ന് ഗോൾഡ് മാഫിയ അറിഞ്ഞ ആദ്യം തെറിക്കുന്നത് ആദിലിന്റെ തലയായിരിക്കും. അതറിയാവുന്നോണ്ട് തന്നെ അയാൾ ഇതെല്ലാം സൈലന്റ് ആയിട്ട് ഡീല് ചെയ്യൂ ചേച്ചി. ഈ പത്തി വിടർത്തി നിൽക്കുന്ന മൂർഖനേക്കാൾ അപകടകാരിയാണ് പതിഞ്ഞിരിക്കുന്ന അണലി. അവന്റെ കടി ഏക്കുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. എന്റെ അങ്ങളെ ഓരോന്ന് പറഞ്ഞിങ്ങനെ പേടിപ്പിക്കല്ലേ. ആ സ്വർണം തിരിച്ചു കൊടുത്ത് അവന്റെ കയ്യിൽ നിന്ന് ഊരാന്ന് വെച്ചാ അതുപോലെ ഇനി നടക്കാൻ പോകുന്നില്ല. ഈ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടായാൽ മതി, പ്രശ്നം തീർന്നു. നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയിരിക്കുന്നു. ഇനി ഒരിക്കലും ആ സ്വർണം തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ആ സ്വർണം നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുമില്ല. അവന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കട്ടെ. നമ്മുടെ ആരുടെയും വായിന്ന് സത്യം പുറത്തു വരില്ല. പക്ഷെ അവൻ അമ്മാവനെ കണ്ട് സംസാരിച്ച അവൻ കളി അറിയാവുന്നവനാണെന്ന് ഉറപ്പാ. അതുകൊണ്ട് തന്നെ അവസാന കൈയായിട്ടായിരിക്കും അവൻ അണ്ണനെ കാണുന്നത്. അതുവരെ അനന്തൻ മാഷെ കാണുമെന്നും പറഞ്ഞ് പേടിപ്പിക്കുള്ളൂ. അമ്മാവനിത് അറിഞ്ഞ ഗുണ്ടകൾക്ക് ഞാൻ സ്വർണം കൈമാറിയതിന്റെ തെളിവ് വയ്ക്കും. അത് കൊടുത്തില്ലെങ്കിൽ അമ്മാവന്റെ വാക്ക് ധിക്കരിച്ച് ഞാൻ ആ സ്വർണം കൈക്കലാക്കി തന്നെ ആയിരിക്കും അമ്മാവനും വിശ്വസിക്കുന്നത്. അവിടേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാൻ നമുക്ക് നോക്കാം. അതോർത്ത് ടെൻഷൻ അടിച്ചിട്ടൊരു കാര്യമില്ല.